ഈ പഞ്ചമി ബാർ എന്ന സമാഹാരത്തില് 12 കഥകളുണ്ട്. പഞ്ചമി ബാർ എന്ന കഥ കഴിഞ്ഞ വർഷം ഈ 2011 വർഷത്തിൽ തന്നെ മാതൃഭൂമി ആഴ്ചത്തിൽ വന്ന ഒരു കഥയാണ്. പഞ്ചമി ബാർ എന്ന പേര് എന്ന് പറയുന്നത് ഒരു സാധാരണ മദ്യശാലയുടെ പേരാണ് പഞ്ചമി ബാർ എന്ന് പറയുന്നത്. അതിലെ മദ്യശാലകളായാലും അതുപോലെ തന്നെ ദുരൂഹ കേന്ദ്രങ്ങളായാലും അതിൽ വളരെ അപരിചിതരായ ആളുകൾ വന്ന് കണ്ടുമുട്ടാൻ സാധ്യതകളുണ്ട്. അതിനകത്ത് പരസ്പരം സംസാരിക്കാത്ത രണ്ടുപേർ തമ്മിലുള്ള ഒരു അപരിചിത സ്നേഹത്തിന്റെ ഒരു കഥ പോലെയാണ് അത് വന്നിരിക്കുന്നത്. പഞ്ചമി ബാർ എന്ന കഥ ഇതിൽ രണ്ടാമത്തെ കഥയാണ്. ഇതിൽ ഒരു അപകടകരമായ ഒരു മദ്യശാലയ്ക്കകത്ത് ഒരാൾ വരികയും പക്ഷെ അവിടെ സ്ഥിരമായിട്ട് കാണുന്ന അയാളെക്കാളും പ്രായം കൂടിയുള്ള മറ്റൊരു മനുഷ്യൻ ഇയാളെ വല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു അപകടകരമായ അല്ലെങ്കിൽ അക്രമാസക്തമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഓടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു തീം എന്ന് പറയാവുന്നത്. ഈ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇവർ തമ്മിൽ പരസ്പരം അറിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷെ പിന്നീട് വീണ്ടും ആ രക്ഷപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുടെ അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിനെ വല്ലാതെ ബാധിക്കുകയും ആ രക്ഷപ്പെടുത്തിയ ആളെ ഇദ്ദേഹം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് വീണ്ടും ആ പേടിയിൽ നിന്നും ഇദ്ദേഹം മോചിതനായി തിരിച്ച് വീണ്ടും ഈ പഞ്ചമി ബാർ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് വരുമ്പോൾ മറ്റേയാളെ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പക്ഷെ അപ്പോഴത്തേക്കും മറ്റേയാൾ ഈ പഞ്ചമി ബാറിന് മുമ്പിലുള്ള ഒരു വല്ലാത്ത മറ്റൊരു അപകടാവസ്ഥയിൽ അദ്ദേഹം മരിച്ചു പോകുന്ന ഒരു സംഭവമാണ് അതിനകത്ത് വരുന്നത്. അതാണ് പഞ്ചമി ബാറിന്റെ യഥാർത്ഥത്തിൽ ഒരു തീം എന്ന് പറയാവുന്നത്. ഇതിൽ ടൈറ്റിലായിട്ട് വന്നിരിക്കുന്ന കഥ അതാണ് പഞ്ചമി ബാർ. പിന്നീട് ഇതിൽ വരുന്ന മറ്റു കഥകൾ എന്ന് പറയുന്നത് ഒരു കഥ പാളയം ചന്തയിൽ മുട്ട വാങ്ങാൻ പോയ 2 പിടക്കോഴികളുടെ കഥ എന്നുള്ളതാണ്. അത് സത്യത്തിൽ ഒരു ബാലസാഹിത്യ മാസികയ്ക്ക് വേണ്ടി എഴുതാം എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. അതായത് ഈ തളിര് എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്, നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിര് എന്ന് പറയുന്ന ഒരു മാസിക. അതിൻ്റെ ഓണപ്പതിപ്പിലേക്ക് ഒരു കഥ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ആലോചിച്ചത്. കാരണം ഇവിടെ ഞാൻ ഈ പാളയം തിരുവനന്തപുരത്തിന്റെ ഒരു ചന്തയാണ് പാളയം ചന്ത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് വളരെ താഴേക്ക് വരുന്നൊരു സ്ഥലമാണ് കുന്നുകുഴി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയാം. അപ്പം അവിടുന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചൊരു സംഭവമാണ്. പെട്ടെന്ന് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് 2 പിടക്കോഴികൾ ഇങ്ങനെ ഈ നടന്ന് പാളയം ചന്തയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായ ഒരു ഫെമിനിസത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ ആ മട്ടിൽ. അതായത് ഈ പിടക്കോഴികൾക്ക് മുട്ടയിടാൻ താല്പര്യമില്ല. ഈ മുട്ടയിടാൻ താല്പര്യമില്ലാത്ത പിടക്കോഴികൾക്ക് പക്ഷേ പെട്ടെന്ന് മുട്ട വേണം. അതെന്ത് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു വലിയൊരു പ്രശ്നം, വലിയൊരു ക്രൈസിസ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരാലേക്ക് നമ്മുടെ അവിടുത്തെ പാളയം ചന്തയുണ്ട്. പാളയം ചന്തയിൽ പോയി കഴിഞ്ഞാൽ മുട്ട വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ മുട്ട വാങ്ങിക്കാൻ കിട്ടും എന്ന മട്ടിൽ ഈ 2 പിടക്കോഴികൾ, 2 ഫെമിനിസ്റ്റ് പിടക്കോഴികൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനം. കാര്യം അവർക്ക് മുട്ടയിടാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ മുട്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർ 2 പേര് കൃത്യമായും കുന്നുകുഴിയിൽ നിന്നിറങ്ങി നേരെ ഈ പാളയത്തേക്ക് നടക്കുകയാണ്. അപ്പൊ കൈരളി ചാനലിന്റെ മുമ്പിലൂടെ, AK സെന്ററിന് മുമ്പിലൂടെ, യൂണിവേഴ്സിറ്റി മറ്റേ കെട്ടിടത്തിന്റെ മുന്നിലൂടെ അങ്ങനെ വന്നിട്ട് അവസാനം അവരിങ്ങനെ കൃത്യമായിട്ട് ഒരുപാട് വണ്ടികളെയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അവർ വല്ലേ പാളയം മാർക്കറ്റിലെത്തുന്നു. പക്ഷെ ഇതിനിടയിൽ ഒരു കോഴി അറസ്റ്റിലാവുന്നു. ഒരു കോഴിയെ മുട്ട വിൽപ്പനക്കാരനെ പിടിച്ച് അകത്താക്കുകയാണ്. അപ്പം ഈ രണ്ടാമത്തെ കോഴിക്ക് കൃത്യമായിട്ടും ഇവളെ രക്ഷപ്പെടുത്തണം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ പാളയം ചന്തയ്ക്ക് ഉള്ളിൽ വെച്ചിട്ട് ഒരു ചന്തപ്പൂച്ചയെ കാണുകയാണ്. ചന്തപ്പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രൂഡായ ഒരു അക്രമകാരിയായ പൂച്ചയാണ്. ഈ പൂച്ചയുടെ സാധനം ഈ സംഭവം പറയുമ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ട്, എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന ഒരു ആലോചന ഒരു സംഭവം വരികയാണ്. അപ്പോ ഈ പൂച്ച പറയുന്നത്, നീ ഒന്നുകൂടി മറ്റേ ആളുടെ ഒന്ന് കീഴടങ്ങുക. അതായത് മറ്റേ കോഴിയെ, കൂട്ടുകാരി കോഴിയെ കൊണ്ട് അടച്ചു വെച്ച ആൾക്ക് ജസ്റ്റ് കീഴടങ്ങാൻ നോക്കുക. അപ്പോഴത്തേക്ക് നിന്നെയും പിടിക്കാൻ വരും. ആ സമയം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 പേർക്കും രക്ഷപ്പെടാം. അങ്ങനെ 2 പേരും രക്ഷപ്പെട്ടിട്ട് ജസ്റ്റ് അവിടുന്ന് ഇറങ്ങി താഴേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിൽ കൂടെ വിജയ് ഹാളിന്റെ മുമ്പിലെത്തും, തിരിച്ച് വീട്ടിലെത്താം എന്നുള്ളൊരു ഉപദേശമാണ് കൊടുക്കുന്നത്. അങ്ങനെ അതുപോലെ അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നു. തുരങ്കം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലം തന്നെ ഒരു തുരങ്കങ്ങളുടെ സ്ഥലമാണെന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സംഭവമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴെ നിന്നിട്ട്
ഒരു 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 അതിൽ കടലിലേക്ക് പോലും തുരങ്കമുണ്ട് എന്ന് പറയുന്ന ഒരു മിത്ത് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ അവസാനം അവര് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ട് അവർക്ക് ഗുണപാഠം എന്ന് പറഞ്ഞ പോലെ പറയുകയാണ്, മുട്ടയിടണമെങ്കിൽ സ്വന്തമായി മുട്ടയിടണം, അല്ലാതെ ഗൈഡ് പഠിച്ചു പോകുന്ന പോലെ കൃത്യമായിട്ടും അങ്ങനെ പാഠപുസ്തകം പഠിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു ജീവിതം നയിക്കുന്നതിന് പകരം കൃത്യമായും ഗൈഡ് പഠിച്ച് മുട്ടയിടാം എന്ന് ശ്രമിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഗുണപാഠ കഥ പോലെ വരുന്ന ഒരു സംഭവമാണ്. ഇതൊരു വേണമെങ്കിൽ ഒരു എൻ്റെ പല സുഹൃത്തുക്കളും ഈ കഥ വായിച്ചതിന് ശേഷം പറഞ്ഞത് കൃത്യമായും ഇതൊരു ഫെമിനിസ്റ്റ് ഒരു സാധനങ്ങൾക്കെതിരെയുള്ള ഫെമിനിസ്റ്റ് എഴുത്തിനെതിരെയുള്ള ഒരു സംഭവമാണെന്ന് അവർ പറഞ്ഞു. അതെനിക്ക് അതിനകത്ത് വലിയ വിശ്വാസമില്ല, എന്നാൽ പോലും അത് അങ്ങനെയാണ് അതിന്റെ ഒരു തീം വരുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ കഥ എന്ന് പറഞ്ഞ മാലാഖക്കാവൽ എന്ന് പറഞ്ഞ കഥയാണ്. മാലാഖക്കാവൽ, നമ്മൾ കാവൽ മാലാഖ എന്ന് കേൾക്കുന്നത് പോലെ തന്നെ മാലാഖക്കാവൽ, ഒരു മാലാഖയുടെ കാവൽ. തനി അരാജകത്വ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കൃത്യമായിട്ടും ഒരു മാലാഖ, ഒരു ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്ന പോലെ ഒരു കാവൽ മാലാഖ കൃത്യമായും ഇയാളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ജസ്റ്റ് ആലോചിക്കുന്ന ഒരു സംഭവമാണ് ഈ കാവൽ മാലാഖ കാവൽ എന്ന് പറയുന്ന കഥയിൽ വരുന്നത്. ഈ കാവൽ മാലാഖ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇയാള് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴപ്പങ്ങളിൽ ചെന്ന് വീഴുമ്പോഴത്തേക്കും, അതായത് ഈ കുഴപ്പങ്ങളിൽ ചെന്ന് വീഴുന്ന ഇയാൾ പെട്ടെന്ന് വിചാരിക്കുകയാണ്, എനിക്ക് എന്റെ ഈ കുഴപ്പങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാവൽ മാലാഖ വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാവൽ മാലാഖയെ ഇയാളെ ഇവോക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ കാവൽ മാലാഖയെ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കുകയാണ്. ഈ കാവൽ മാലാഖ എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ്. ഈ പുരുഷ ഗബ്രിയേൽ മാലാഖ എന്നൊക്കെ പറഞ്ഞല്ലോ, മാലാഖമാർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്ത്രീകളെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു പുരുഷനായ മാലാഖയാണ്. ഈ പുരുഷനായ മാലാഖ ഇയാളുടെ ഓരോ കുഴപ്പത്തിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ പ്രാർത്ഥിച്ച ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാലാഖ. ഈ മാലാഖയുടെ ശ്രമങ്ങൾ വരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഈ മാലാഖ ഒരു ഗേ ആയ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു 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 വല്ലാത്ത ഒരു പ്രണയത്തിലേക്ക് ഈ പുരുഷ മാലാഖ ഈ പുരുഷനായ ആളോട് വീഴുകയാണ്. എന്നിട്ട് അവസാനം ഈ മാലാഖയ്ക്ക് ഇയാളെ രക്ഷപ്പെടുത്താൻ പറ്റാതിരിക്കുന്ന അപ്പുറത്തേക്കുള്ള രീതിയിൽ അരാജകത്വത്തിൽ ഇദ്ദേഹം അതായത് ക്യാരക്ടർ പോകുമ്പോഴത്തേക്ക് അവസാനം ഈ കഥാപാത്രത്തെ ശപിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും പ്രണയനഷ്ടത്തോടു കൂടി ഈ പുരുഷ മാലാഖ പോകുന്ന ഒരു കഥയാണ് മാലാഖക്കാവൽ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു കഥ ഇതിൽ വരുന്നത് ICU എന്ന് പറഞ്ഞു, ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കഥ. അത് സത്യത്തിലൊരു പ്രതികാരത്തിന്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. മഹാനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, പഴകുന്തോറും രുചികരമായി തീരുന്ന ഭക്ഷണം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് പ്രതികാരം എന്നുള്ളതാണ്. ഐസ്ക്രീം ഒന്നുമല്ല, പ്രതികാരമാണ് ഏറ്റവും പഴകുന്തോറും ഏറ്റവും രുചികരമായി വരുന്നത് എന്ന് പറയും. ഈ കഥ എഴുതിയതിനു ശേഷമാണ് ഞാൻ ആ വാചകം വായിച്ചത് എന്നുള്ളത് വേറൊരു പ്രശ്നം. അപ്പം അത് ICU എന്ന് പറയുന്ന കഥയിൽ വരുന്നത് എന്ന് വെച്ചാൽ ഒരു ICU ഒരു ആശുപത്രിയുടെ ഒരു ഇതില് 2 പേരെ ഏതോ ഒരു അപകടാവസ്ഥയിൽ ആരാണെന്നറിയാതെ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. അവിടെ കുറെ നഴ്സുമാരുണ്ട്, ഇതൊക്കെയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ICUവിൽ ഏർപ്പെട്ട ഒരാൾക്ക് നേരിയ ഒരു ബോധമുണ്ട്, മറ്റേയാൾ സിങ്കിങ് ആണ്. ഈ കഥയുടെ നറേഷന്റെ ഇടയിൽ രണ്ടാമത്തെ ആൾ മരിച്ചു പോകുന്നു എന്നുള്ളത് മരണാസനായിട്ട് കിടക്കുന്ന മറ്റേ ആൾക്ക് അറിയാം. ഇവരേതോ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളാണെന്നുള്ളതാണ് നഴ്സുമാരുടെയും അല്ലെങ്കിൽ അതിന്റെ പരിചാരകരുടെയും ഒരു ധാരണ അതാണ്. അപ്പം പക്ഷേ ഏറ്റവും അവസാനം അവിടെ ഈ നഴ്സുമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജോലി എടുക്കുന്ന ഒരു വെയിറ്ററെ അല്ലെങ്കിൽ ഒരു കാവൽക്കാരനെ വിളിച്ചിട്ട് നേരിയ ബോധമുള്ള ഒരാൾ പറയുകയാണ്, മറ്റേ ആൾ മരിച്ചുപോയി എനിക്ക് മനസ്സിലായി, പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ചിലപ്പോൾ മരിച്ചു പോവായിരിക്കും, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ മറ്റവനെ മോർച്ചറിയിൽ കയറ്റുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പൈസ തരാം, അതുകൊണ്ട് കത്തി വാങ്ങിച്ചിട്ട് അവന്റെ നെഞ്ചിൽ, മരിച്ചവനാണെങ്കിൽ അവന്റെ നെഞ്ചിൽ ഒന്ന് കുത്തി കയറ്റണം എന്നാണ് ഈ രണ്ടാമത്തെ കഥാപാത്രം പറയുന്നത്. പ്രതികാരം എന്ന് പറയുന്നത് പഴകി എന്നാൽ പോലും മരണത്തിൽ പോലും ഈ പ്രതികാരത്തിൽ നിന്നൊരു മോചനമില്ല എന്നുള്ളതാണ്. ഇവരുടെ എന്താണ് പ്രതികാരം, ഇവർക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും കഥയിൽ പറയുന്നില്ല. പക്ഷെ ഈ പ്രതികാരം എന്നുള്ള ഒരു തീം മാത്രമാണ് ഇതിനകത്ത് വരുന്നത്.
മറ്റൊരു കഥ ഗുണ്ടുകാട് എന്ന് പറയുന്ന കഥയാണ്. ഗുണ്ടുകാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തിരുവനന്തപുരമായാലും ലോകത്തിലെ ഏത് ഭാഗത്തായാലും ഈ ഗുണ്ടകളുടെ ഒരു ജീവിതത്തിന്റെ ഒരു വല്ലാത്തൊരു പ്രശ്നം. അങ്ങനെ ഗുണ്ടകളുടെ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഗുണ്ടകളുടെ എങ്ങനെ ഒരു വല്ലാത്തൊരു പാവ മനുഷ്യനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ആലോചനയിൽ ഉണ്ടായ ഒരു കഥയാണ്. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു കഥയാണ്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് പോയി ചെറിയ ഒരു ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് 2-3 പേർ വന്ന് എന്റെ ചുറ്റുമിരിക്കുക. അപ്പൊ അവർ വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ഗുണ്ടകൾ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. നേരിയ മെലിഞ്ഞ 2-3 ചെറുപ്പക്കാർ വന്നിട്ട് ഇരിക്കുകയാണ്. എനിക്ക് എന്റെ ഇത് എടുക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ദോശയിലേക്ക് സാമ്പാർ ഒഴിക്കാൻ വേണമെങ്കിൽ ഇവരുടെ അപ്പുറത്തൂടെ വേണി എടുക്കാം. പക്ഷെ ഇവരുടെ സംസാരം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ഗുണ്ട ഓപ്പറേഷനെ പറ്റിയിട്ടുള്ളതാണ് ഈ സംഭവം പറയുന്നത്. പെട്ടെന്ന് അവൻ ഇപ്പോഴേക്ക് വന്നേക്കും എന്ന് വെച്ചാൽ ഇവരുടെ എതിർ ഗുണ്ട അല്ലെങ്കിൽ ആൾ വന്നേക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു സാധാരണ മനുഷ്യനായി ഇവരുടെ ഇടയിൽപ്പെട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭീതി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ പ്രശ്നം. അവസാനം ഏതോ ഒരു ഗുണ്ട വരും, ഇവിടെ എന്തോ ഒരു ആക്രമണം ഉണ്ടാവും എന്ന് പറയുന്ന മട്ടിലേക്കുള്ള ഒരു ഭീതി ഇയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറ്റത്തിന്റെ, ആ ഭീതിയുടെ കയറ്റത്തിന്റെ ഒരു നറേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ കഥയില് ഇതിന്റെ ഒരു വിശദീകരണം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവസാനം പെട്ടെന്ന് ഇയാൾ പൈസ പോലെ കൊടുക്കാതെ ലുങ്കിയിൽ കൈ തുടച്ചിട്ട് മെല്ലെ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന മട്ടിൽ ഉള്ള ഒരു കഥയാണ് ഗുണ്ടുകാട് എന്ന് പറഞ്ഞ കഥ.